അപ്പോൾ മാഷെ സംബന്ധിച്ച് മാഷ് ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. അതേസമയം തന്നെ വളരെ കൃത്യമായിട്ട് CPM-നോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു മാഷ് പാർട്ടി മെമ്പറൊന്നുമല്ല, പക്ഷേ എല്ലാ ഇലക്ഷൻ കാലത്തും അല്ലാത്തതുമായ സമയങ്ങളിൽ ഒരു കലാകാരനെ സംബന്ധിച്ച് അവൻ വിശ്വസിക്കുന്ന പാർട്ടിയോട്, അവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തോട് ഒരു പ്രത്യേക മമത പ്രകടിപ്പിക്കേണ്ട ആ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെ മാഷ് അത് കൃത്യമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്തും ഒരു നാടകം രചിക്കുകയും ആ നാടകം അവതരിപ്പിക്കുകയും അത് ഇലക്ഷൻ പ്രചരണ ദൗത്യമായിട്ട് സ്വയം വിശ്വസിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ, ആ നാടക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് എത്രത്തോളം പ്രായോഗികമാണ്. പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് മോഹങ്ങൾ നമ്മളെ ചുറ്റും പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാരണം ഈ പുതിയ കാലത്ത് ഒരു രാഷ്ട്രീയ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ പണം അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ഒക്കെ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മാഷ് ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാഷ് ഇന്നേ വരെ ഒരു അക്കാദമിക്കായിട്ടുള്ള ഒന്നിൻ്റെ തലപ്പത്തോ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനങ്ങളിലോ ഒന്നും കണ്ടിട്ടില്ല. മാഷ് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ളൊരു കലാകാരനായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകാറുണ്ട്. എന്നാൽ പറയേണ്ട സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ അതിനൊരു ഉത്തരം മാഷിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളിലും പ്രതികരിക്കേണ്ട ചില സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് അത് സ്വന്തം വിശ്വാസം ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അത് ചില സമയങ്ങളിൽ മാഷ് തിരുത്താനും ശ്രമിക്കാറുണ്ട്. രാഷ്ട്രീയം അതുപോലെ തന്നെ കലാപ്രവർത്തനങ്ങൾ, ഇത് രണ്ടും കൂടി ചേർന്ന ഒരു ജീവിതം KV ഗണേഷ് എന്ന ഒരു കലാകാരൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിശബ്ദമായിരിക്കുന്നവന് പോലും, ഉറക്കം നടിച്ച് കിടക്കുന്നവന് പോലും രാഷ്ട്രീയമുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയമില്ലാത്ത ആരും തന്നെയില്ല. നമ്മൾ ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും നമ്മളുടെ എല്ലാ കാഴ്ചകളിലും നമുക്ക് രാഷ്ട്രീയം തെളിഞ്ഞു കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മാനവരാശിയുടെ മുന്നോട്ട് പോക്കിന് സഹായകമാകുന്ന രീതിയിലുള്ളൊരു പൊളിറ്റിക്സിനെ ഒപ്പം നിർത്തുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന് പലപ്പോഴും നമ്മളുടെ 5 വർഷത്തേക്ക് നമ്മളൊരു പ്രസ്ഥാനത്തെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു എല്ലാവരും ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അവിടെ നമുക്ക് പിഴവ് പറ്റിക്കഴിഞ്ഞാൽ, നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും, ഞാൻ ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷം CPM എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനത്തിനോട് പല കാര്യങ്ങളിലും നല്ല വിയോജിപ്പൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ, പല വിഷയങ്ങളിലും. അങ്ങനെ വിയോജിപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ മൊത്തം ഇന്ത്യൻ പൊളിറ്റിക്സ്, കേരളത്തിൻ്റെ പൊളിറ്റിക്സ് നന്നായി, ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ, വിശാലമായ അർത്ഥത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ ഇന്നും നമുക്ക് ഒപ്പം നിൽക്കാൻ പറ്റാവുന്ന, ചേർന്ന് നിൽക്കാൻ പറ്റാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമുള്ളൂ. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. CPM-നെതിരെ ഞാൻ ശക്തമായിട്ട്, അവരുടെ നിലപാടുകൾക്കെതിരെയൊക്കെ ഞാൻ എൻ്റെ നിലപാട് വയ്ക്കും, സംസാരിക്കേണ്ട കാലത്ത് സംസാരിക്കും. അതിനൊരു രസകരമായിട്ടുള്ളൊരു മറുപടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ സഖാവ് നമ്മളുടെ K. രാധാകൃഷ്ണൻ സഖാവിന് വേണ്ടി ചേലക്കര പ്രവർത്തിക്കാനായിട്ട്, ഞാൻ നാടകം ചെയ്യാനായിട്ട് അവിടുത്തെ സഖാവിൻ്റെ SFI, പഴയ SFI സഖാക്കളൊക്കെ വിളിച്ചിട്ട് ഞാൻ അതിന് നേതൃത്വം കൊടുക്കാൻ പോയി. ഏകദേശം ഒരു 10-15 ദിവസം ഞാൻ ആ ചേലക്കര മണ്ഡലത്തിൽ പ്രവർത്തിച്ചു. എല്ലാ പഞ്ചായത്തിലും നാടകവുമായിട്ട് പോയി. ഇലക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളതും കാര്യങ്ങളും, കഴിഞ്ഞ ലോകസഭയിലേക്കല്ല കേട്ടോ, സഖാവ് നിയമസഭയിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് അപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി ഞാൻ പറഞ്ഞു. നമ്മളിങ്ങനെ ഗ്രൗണ്ടിൽ ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴും ഒരു കലാസംഘത്തെ പോലും സ്വീകരിച്ച് നമ്മളുടെ അവതരണം കഴിഞ്ഞ് ജനങ്ങൾ നമ്മളെ വിട്ടുപോകാതെ നമ്മളോട് സംസാരിക്കുന്നു. ആ വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി നമുക്ക്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷമാണെന്ന്. അവിടെ സഖാക്കൾക്കൊക്കെ ഭയങ്കര മാനസികവും സംശയം എന്ന് പറഞ്ഞാൽ രണ്ടാം ഊഴാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നൊക്കെയാണ് പൊതുവെ എല്ലാ മീഡിയാസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സഖാക്കളോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, 10,000 വോട്ടിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടിട്ട് K. രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് വിജയിക്കും
എന്നുള്ളതാണ് ഈ 15 ദിവസം എല്ലാ പഞ്ചായത്തിലും നടന്ന് ജനങ്ങളുമായിട്ട് സംവദിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു സാധനം. അതിൽ കൂടുതൽ ആണ് വിജയിച്ചത്. അപ്പോൾ ഈ ജനങ്ങൾ അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട്, അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് സഖാവ് എന്നെ വിളിച്ചു, രാധാകൃഷ്ണൻ സഖാവ് എന്നെ വിളിച്ച് നന്ദി. അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ സഖാവിനോട് പറഞ്ഞത് എന്താണെന്നറിയോ, സഖാവേ ഇനി ഞാൻ പ്രതിപക്ഷത്തിരിക്കാം. അത് ശരിയായൊരു പക്ഷത്തെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് തികഞ്ഞ നമ്മളുടെ രാജ്യത്തെ, നമ്മളുടെ ചുറ്റുപാടുകളെ പഠിക്കുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ധർമ്മമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാനത് കെ രാധാകൃഷ്ണന് വേണ്ടിയല്ല പണിയെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ CPM-ന് വേണ്ടിയല്ല പണിയെടുത്തിട്ടുള്ളത്, ഇടതുപക്ഷത്തിന് വേണ്ടിയല്ല പണിയെടുത്തിട്ടുള്ളത്. ഞാനിപ്പോഴും ഇടതുപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടോ CPM-ന് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. എന്നെപ്പോലെയുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടി എലക്ഷൻ പ്രചരണത്തിന് നാടകമാണെങ്കിലും മറ്റു പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതിലെനിക്ക് ഒട്ടും സങ്കടമില്ല. അവരിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവർ അധികാരത്തിലിരിക്കുമ്പോൾ പൊതുവായിട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന നന്മകളുണ്ട്. ആ നന്മയുടെ ഒരംശം എനിക്കും കിട്ടും. അതിപ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ. ഞാൻ റേഷൻ ഷോപ്പിൽ നിന്ന് അരി മേടിച്ച് കഴിക്കുന്ന ആളാണ്. 10 വർഷം മുമ്പുണ്ടായിരുന്ന അരിയുടെ അവസ്ഥ എന്തായിരുന്നു? നമുക്ക് നാറിയിട്ട് കഴിക്കാൻ പറ്റില്ല. ഇന്ന് നല്ല അരിയാണ് എൻ്റെ വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പുറത്ത് നിന്ന് അരി മേടിച്ചിട്ടുള്ള കാലം മറന്നു. വലിയ ആശ്വാസമല്ലേ? എന്നെപ്പോലെ ചെറിയ വരുമാനമുള്ള ഇതൊക്കെ. ഞാൻ ഗവൺമെൻറ് ആശുപത്രിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ മെഡിക്കൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ഡോക്ടേഴ്സ് നമ്മളോടുള്ള, പ്രത്യേകിച്ചും യുവജനങ്ങളായിട്ടുള്ള മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ ജനങ്ങളോടുള്ള പെരുമാറ്റം എത്ര രസകരം, എത്ര സൗമ്യമായിട്ടാണ്, എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. അവിടുത്തെ സൗകര്യങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഒരു 6 വർഷത്തിനുള്ളിൽ 2 സർജറി കഴിഞ്ഞു, 4 തവണ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ആളാണ്. അത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. അങ്ങനൊരു അന്തരീക്ഷം വേറല്ല. ക്ഷേമ പെൻഷൻ്റെ കാര്യങ്ങളിൽ അങ്ങനൊരു അന്തരീക്ഷം, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന കാല് വയ്ക്കുന്ന റോഡിൻ്റെ ഗതാഗത സൗകര്യങ്ങൾ, ഇത് ഞാൻ ഇവിടെ മാത്രമല്ല കാണുന്നത്. ഞാൻ കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. ഇതിപ്പോൾ ഏതെങ്കിലും എൻ്റെ പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഡിവിഷനിൽ ഭരണം നടത്തുന്നത് UDFൻ്റെ കൗൺസിലറായിരിക്കും. പക്ഷെ അത് ആ കൗൺസിലറിൻ്റെ മിടുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കേരളത്തിൽ എല്ലാം ഒരേ മട്ടിൽ വികസനം വരുന്നു. നിർമ്മാണ വിദ്യാഭ്യാസ രംഗത്ത്, മറ്റ് ക്ഷേമ പെൻഷൻ കാര്യങ്ങളിൽ, മറ്റ് ജനങ്ങളുടെ വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുന്ന കാര്യത്തിൽ, മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതെന്ന് വികസനത്തിലും ക്ഷേമ പ്രവർത്തനത്തിലും ഒരേ മട്ടിലൊരു വികസനം നടക്കണമെങ്കിൽ അതൊരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഐഡിയോളജി തന്നെയാണ് രൂപപ്പെടുത്താൻ കഴിയുള്ളൂ. അല്ലാണ്ട് അത് എവിടെയെങ്കിലും ഒരിക്കൽ മാത്രം കാണുന്നതല്ല. ഇപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല റോഡ് കാണുന്നു, ഓപ്പൺ ജിമ്മുകൾ കാണുന്നു. ഈ ഓപ്പൺ ജിമ്മുകൾ എൻ്റെ ഡിവിഷനിൽ മാത്രമല്ല, ഈ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ എല്ലാ ഡിവിഷനുകളിലും ഉണ്ട്. അവിടെ വ്യത്യസ്ത പാർട്ടികളിലുള്ള ആളുകളാണ് അവിടെ കൊടുക്കുന്നത്. ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളും മറ്റൊക്കെ തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഉണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഞാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നതാണ്. അവിടുത്തെ മാറ്റം, അത്ഭുതപ്പെടുത്തുന്ന മാറ്റം, ഇതൊക്കെ ഞാൻ തിരിച്ചറിയുമ്പോൾ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയത്തെ തന്നെയല്ലേ നമ്മൾ കയറ്റിവിടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കും. അത് എനിക്ക് ഏതെങ്കിലും ഉന്നതിയിലെത്താൻ വേണ്ടിയിട്ടോ, കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും ഇടത്തേക്ക് എനിക്ക് എത്താൻ വേണ്ടിയിട്ടോ അല്ല. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഓപ്പണായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളുകൾ അവരുടെ ഒരു ലക്ഷ്യം ഉണ്ടാവും. എന്താണ്? ഏതെങ്കിലും അക്കാദമികളിൽ കയറിയിരിക്കാനോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇടങ്ങളിൽ കയറിയിരിക്കാനോ. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. മരണം വരാത്തരം ഒരു സ്ഥാനത്തും ഞാൻ കയറിയിരിക്കില്ലെന്ന് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഞാൻ വലിയ വിമർശനം, ഈ കാലത്തെ ഗവൺമെൻറ്റിനെ ഞാൻ നാടകക്കാരനാണ്, ഏറ്റവും വലിയ വിമർശനം മുന്നോട്ട് വെച്ചിട്ടുള്ള ആൾ ഞാനാണ്. എനിക്കിപ്പോൾ പരസ്യമായി പറയുന്നതുകൊണ്ട് കാര്യമില്ല, പരസ്യമായിട്ട് പറയാൻ ഒരു കുഴപ്പമില്ല എനിക്ക്. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും തിരുത്തപ്പെടേണ്ടതാണ് വലിയ കാലങ്ങളിൽ. ഞാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കഴിഞ്ഞ 35 വർഷത്തെ അക്കാദമി പരിചയത്തിൽ ഏറ്റവും മോശം സംഗീത നാടക അക്കാദമിയുടെ കമ്മിറ്റിയാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മികച്ച, ഞാൻ ഇഷ്ടപ്പെടുന്ന കവിയും നാടകപ്രവർത്തകനായിട്ടുള്ള കരിവെള്ളൂർ മുരളിയാണ് സെക്രട്ടറി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ മാനേജ്മെൻറ്റ് ഒരു ഇടതുപക്ഷ രീതിയിലേക്ക് കാരണം ചേർന്ന മട്ടിലല്ല. അത് ഞാൻ വിമർശിക്കട്ടെ. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ
എലക്ഷൻ പോലെയുള്ള ഇത്തരം ശരിയായ നിലപാടെടുക്കേണ്ട സമയത്ത് ഞാൻ മാറി പ്രവർത്തിക്കുകയോ മാറി വോട്ട് ചെയ്യുകയോ ചെയ്താൽ അതിൻ്റെ നഷ്ടം ആർക്കാ? എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ജനവിഭാഗത്തിനാണ് നഷ്ടം. അങ്ങനെയുള്ള ഉയർന്ന രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനേക്കാൾ ബെറ്ററായിട്ടുള്ള ജനപക്ഷം നിൽക്കുന്ന മറ്റൊരു പക്ഷമുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, ഞാൻ ആ പക്ഷത്തിനൊപ്പം നിൽക്കും. അപ്പം ഞാൻ മാത്രമാവില്ല നിൽക്കാമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്ത് നിൽക്കുന്ന വലിയൊരു വിഭാഗം തന്നെ അതായി ഉയർത്തിപ്പിടിക്കുക. കാരണം അത്രയധികം നന്മയുള്ള ആളുകൾ ഇന്നും ഇടതുപക്ഷത്തിനൊപ്പമുണ്ട്, CPM-നൊപ്പമുണ്ട്. പിന്നെ സമൂഹത്തിൽ കാണുന്ന പുഴുക്കുത്തുകൾ ഏതൊരു പാർട്ടിയിലാണെങ്കിലും ആ പാർട്ടിക്കുള്ളിലും ഉണ്ടാവും അത്തരം പുഴുക്കുത്തുകൾ. ആ പുഴുക്കുത്തുകളെ നോക്കിയിട്ടല്ല നമ്മൾ ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയോ നമ്മൾ മാർക്കിടുന്നത്. അവരുടെ മൊത്തം പ്രവർത്തനങ്ങളെ, ആ പ്രവർത്തനങ്ങൾ ആർക്ക് വേണ്ടിയാണ് അവരുടെ പ്രവർത്തനങ്ങൾ, അത് ശരിയായ രൂപത്തിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് തന്നെയാണ് ഞാനങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ വർഷവും ഒരുപക്ഷെ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഏറ്റവും ആദ്യത്തെ നാടകം വലിയ സംഘമായിട്ടൊക്കെ ഇങ്ങനെ നാടകം പണ്ടത്തെ പോലെ നമ്മൾ തെരുവ് നാടകങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെടുത്തി വലിയ സംഘവും വലിയ സാമ്പത്തികമൊക്കെ ചിലവൊക്കെ വരുത്തി ഇങ്ങനെ തെരുവിൽ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് കുടുംബ സദസ്സുകൾ, ചെറിയ സദസ്സുകളിൽ ഒറ്റയാൾ നാടകമൊക്കെ അവതരിപ്പിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജനങ്ങളുമായിട്ടുള്ളൊരു വേണമെങ്കിൽ നാടകാവതരണം കൂടി വേണമെങ്കിൽ അത് അതിന് പറയണ്ട, ഒരു നാടക സംവാദം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു വിഷയം മുൻനിർത്തി പ്രേക്ഷകരുമായിട്ട് ഞാൻ ചില കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അവരുമായിട്ട് സംവദിക്കുന്നു. ഒരു പ്രാസംഗികൻ പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മനസ്സിൽ തട്ടും. അങ്ങനെ ഒരു നാടകാവതരണമല്ല ഞാനിപ്പോൾ തിമിരം എന്ന് പറയുന്ന നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നാടകം അവതരിപ്പിക്കുന്നത് നാടകം നമ്മൾ പറയുമെങ്കിലും, ഏകപാത്ര നാടകം എന്ന് പറയുമെങ്കിലും അത് ശരിയായ അർത്ഥത്തിൽ ഒരു നാടക സംവാദമാണ്. അത് ഇപ്പോൾ ഇലക്ഷന് തൃശ്ശൂർ കോർപ്പറേഷനിൽ പല സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പലരും എറണാകുളത്തു നിന്നൊക്കെ വിളി വരുന്നുണ്ട്. പക്ഷേ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ പാർട്ടി മെമ്പറൊന്നുമല്ല. എങ്കിൽ പോലും എൻ്റെ ഡിവിഷനിൽ കുടുംബയോഗങ്ങളിലൊക്കെ സംസാരിക്കാൻ അവർ എന്നെ അവിടുത്തെ സഖാക്കൾ, പാർട്ടിയുടെ സഖാക്കൾ ഞാൻ സംസാരിക്കണമെന്ന് അവർക്ക് താല്പര്യം. അപ്പോൾ അവരെന്നോട് ആവശ്യപ്പെടുന്നു, ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞാൻ അവരുമായിട്ടുള്ള ആ ഇപ്പോഴുള്ള വലിയ ചങ്ങാത്തുണ്ടല്ലോ അത് ഞാൻ വിടും. വോട്ട് പെട്ടിയിലാകുന്നത് വരെയാണ് ഞാൻ അവരോടൊപ്പം നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ പ്രതിപക്ഷത്തായിരിക്കും. അവരധികാരത്തിൽ വന്നാലും വേറെ ആരധികാരത്തിൽ വന്നാലും ഞാൻ പ്രതിപക്ഷത്തായിരിക്കും. എനിക്ക് എന്നും ഇഷ്ടം പ്രതിപക്ഷത്ത് നിൽക്കാനാണ്. ഭരിക്കുന്നത് ഞാൻ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത സംഘമാണെങ്കിൽ പോലും, പ്രസ്ഥാനമാണെങ്കിൽ പോലും ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ പ്രതിപക്ഷമാണ്. എലക്ഷൻ വരുമ്പോൾ അതുവരെയുള്ള ഏറ്റവും മികച്ച ഞാൻ ഇങ്ങനെ അവരെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, അവരെങ്ങനെ കാര്യങ്ങൾ. ഇപ്പോൾ നോക്കൂ, വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷത്തെ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, 5 വർഷത്തെ പ്രവർത്തനം ഞങ്ങൾ ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞ് വോട്ട് മേടിച്ചു പോയ ഒരു ഗവൺമെൻറ് അവരത് ഓഡിറ്റിന് വിധേയമാക്കാണ്. ഞങ്ങൾ നിങ്ങളോട് ഇത്ര കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുന്ന ഒരു ഗവൺമെൻറ് നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതല്ലേ വേണ്ടത്. ഞാൻ നിങ്ങൾക്ക് അത് തരാം ഇത് തരാം എന്നും പറഞ്ഞ് നുണ പറഞ്ഞ് വോട്ട് കൈക്കലാക്കലല്ലോ ശരി. ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കേണ്ടത് എൻ്റെ ബാധ്യതയും ചുമതലയുമാണ്. അപ്പോൾ അത് ജനങ്ങളോട് പറയണം, ഞാൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് വോട്ട് മേടിച്ചത്, അധികാരത്തിലെത്തിയത്, ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, എല്ലാം ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ കാരണം ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് തുറന്ന് പറയുന്ന ഭരണാധികാരിയെയും ഒരു പക്ഷത്തെയും കേരളത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് കണ്ടത്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിന് ശേഷമാണ്. ഇപ്പോഴും അത് അവർ ഈ വരുന്ന കാലങ്ങളിൽ അവരത് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയുമായി നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. പ്രതിപക്ഷ നേതാവ് തന്നെ അബദ്ധത്തിൽ പറഞ്ഞാണെന്നാണ് തോന്നുന്നത് എനിക്ക്. ഇവരെന്താ ചെയ്തത്? കഴിഞ്ഞപ്പോൾ ഈ നമ്മൾ അതിദാരിദ്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ചർച്ച വന്നപ്പോൾ അറിയാതെ പറഞ്ഞു പോയിട്ടുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, ഇവരെന്താ ചെയ്തത്?
4,60,000 എത്ര കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വീടുകളല്ലേ ഇവർ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ തലേ ദിവസം വരെ പറഞ്ഞിരുന്നത് എന്താണ്, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അബദ്ധത്തിൽ അദ്ദേഹത്തിന് പോലും സത്യം പറയേണ്ടി വന്നു. അതാണ് യാഥാർത്ഥ്യം. കേരളം വല്ലാതെ മാറിയിട്ടുണ്ട്. അത് ജനോപകാരപ്രദമായ തരത്തിലാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ആ മാറ്റത്തെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്ക് കൂടി വേണ്ടിയുള്ള മാറ്റമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഇലക്ഷൻ വരുമ്പോൾ ഇടതുപക്ഷത്തിനോട് വിയോജിപ്പുണ്ടെങ്കിലും ഇടതുപക്ഷത്തെ അധികാരത്തിൽ കയറ്റുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. അത് ഇടതുപക്ഷത്തിന് വേണ്ടിയല്ല, CPM വേണ്ടിയല്ല, CPIക്ക് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു കക്ഷി, ഒരു നേതാവ്, നിൽക്കുന്ന നേതാവിൻ്റെ മുഖം നോക്കിയല്ല. അതിൻ്റെ രാഷ്ട്രീയ ഉന്നതിയെ അറിഞ്ഞുകൊണ്ടാണ്, അവരുടെ നിലപാടെന്ത്, അത് ആരുടെ പക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. ഈ വരാനിരിക്കുന്ന ഇലക്ഷനുകളിലും അങ്ങനെ തന്നെയാണ് എൻ്റെ നിലപാട്. നിങ്ങളും എന്നെ കേൾക്കുന്നവരും ഇത് കേട്ടതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ വേണ്ട, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതൊന്ന് സത്യസന്ധമായിട്ട് വിലയിരുത്തണം. ഞാൻ തിമിരം എന്ന് പറയുന്ന നാടകത്തിലും പറയുന്ന കാര്യം അതാണ്. നമ്മുടെ കാഴ്ചയ്ക്കൊരു മങ്ങൽ വന്നിരിക്കുകയാണ്. ശരിയായ കേരളത്തിൻ്റെ ചരിത്രം എന്തായിരുന്നു, കേരളത്തിൻ്റെ പൂർവ്വകാലം എന്തായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ ഇതൊരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിരുന്നൊരു കേരളമാണ് ഇന്ന് ലോകം മുഴുവൻ പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി. ഈ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം എന്ന നിലയിലേക്ക് കേരളം ഉയരുന്നത് ആരും ദാനം തന്നൊന്നുമില്ല. അത് ശ്രീനാരായണ ഗുരുവിനെ പോലെ, അയ്യങ്കാളിയെപ്പോലെ, അങ്ങനെ മന്നത്ത് പത്മനാഭനെ പോലെ, VT ഭട്ടതിരിപ്പാടിനെ പോലെ, MRPയെ പോലെ ഓരോ വിഭാഗത്തിലും ഉള്ള ക്രിസ്ത്യൻ മിഷണറിമാർ നിരവധി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമുക്കുണ്ടാക്കിയിട്ടുള്ള ഒരു ഉന്നതി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ. മിഷണറിമാരെ പോലെയുള്ള അങ്ങനെ നിരവധി ആളുകളുടെ സമരമാണ്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സമരമായിരുന്നു. സമരം കൊണ്ടാണ് നമുക്ക് വഴി നടക്കാനുള്ള അവകാശം ഉണ്ടായത്, അല്ലേ, പഠിക്കാനുള്ള അവകാശം കിട്ടിയത്. അതിൻ്റെ ഒരു തുടർച്ച. എന്തിന് ഒരു ഭൂമിക്ക് അവകാശമില്ലാത്തവരല്ലായിരുന്നേ. നമ്മുടെയൊക്കെ കീഴാധാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ദേവസ്വം വക അല്ലെങ്കിൽ ബ്രഹ്മസം വക എന്നുള്ളതായിരിക്കും. ഭൂമിക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. EMSൻ്റെ മന്ത്രിസഭ വന്നപ്പോഴല്ലേ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങൾ പണിയെടുക്കുന്ന കൃഷിയിടങ്ങൾ എന്നൊരു മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ കുടിയിറക്ക് ഭീഷണിയിലല്ലേ ചെറ്റ നമ്മൾ പൊളിച്ചു പോകേണ്ട ഒരു കാലമല്ലായിരുന്നു കേരളം. അതിൽ നിന്ന് മാറി ഈ മണ്ണിൽ അവകാശമുള്ളവനാണ് ഞാനും ഒരു മനുഷ്യനാണെന്ന് വന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ്. ഈ ചരിത്രബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അത് ശരിയായ രൂപത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നിരന്തരം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള വിയോജിപ്പുകൾ, അത് ഏതായത് കാലത്ത് അവരുടെ പ്രവർത്തനം ശരിയല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള വിയോജിപ്പുകൾ ഞാൻ അറിയിക്കും. പക്ഷേ ഗുണകരമായിട്ടുള്ള കാര്യം നിങ്ങളുടെ പോക്ക് തന്നെയാണ്, അതിന് ഞാൻ ഒപ്പം നിൽക്കും. ഇത്രയേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല കേട്ടാ.